അടുത്തതായിട്ട് പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പ്, ചുളിവുകൾ, അതേപോലെ തന്നെ നല്ല ഒരു വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മുരിമുരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. തലേന്നത്തെ കഞ്ഞിവെള്ളം വേണമെന്നൊന്നുമില്ല. അന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം എടുത്താൽ മതി. അപ്പം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഈ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് ഇതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്തിട്ട് കട്ടയാക്കിയിട്ട് യൂസ് ചെയ്യാം. ഫ്രീസറിലോ ഒക്കെ വെച്ചിട്ട് കട്ടയാക്കി യൂസ് ചെയ്യാം. ഇവിടെ നോർമലി നല്ല തണുപ്പായതുകൊണ്ടാണ് കട്ടയായിട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ നീരാണ്. അപ്പം ഞാനിവിടെ കുട്ടികൾ പൊളിച്ചിട്ട് ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടേച്ച് പോയ ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓറഞ്ച് എടുക്കാം. ഓറഞ്ചിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിതിൻ്റെ നീര് എടുത്തിട്ട് വരാമേ. എനിക്കൊരു ഇത്രയും ഓറഞ്ചിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 സ്പൂൺ ഓറഞ്ച് നീര് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 1 സ്പൂൺ കോക്കോ പൗഡർ ആഡ് ചെയ്യാണ്.
ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരുവാളിപ്പും അതേപോലെ തന്നെ ചുളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറുന്ന ഒരു ഫേസ് പാക്കാണ്. ഇനി നമുക്ക് ഇത് വാഷ് ചെയ്ത് ഇതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹിമാലയയുടെ മോയ്സ്ചറൈസറാണ്. ഹിമാലയ ഒലീവ് എക്സ്ട്രാ നറിഷിംഗ് ക്രീം എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണിത്. നല്ല എഫക്റ്റീവാണ്. നല്ല ഇത് തേച്ച് കഴിയുമ്പോൾ നമുക്ക് ഫേസ് നല്ല സോഫ്റ്റ് ആവുമെന്ന് നമുക്ക് അന്നേരം തന്നെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ അപ്പം തന്നെ അബ്സോർബ് ആയിട്ട് പോകും. നല്ല സ്മെല്ലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.